അങ്ങനെ ബിഗ് ബോസ് സീസൺ 6ന്റെ സ്വയം ആത്മപരിശോധന നടത്തുക എന്ന ടാസ്കിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജാസ്മിൻ ആണ്. അപ്പോൾ ജാസ്മിൻ മിറർ നോക്കി സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നീ ഒരുപാട് മാറിയിരിക്കുന്നു, പഴയ ചിന്നു അല്ല, പഴയ കുട്ടിക്കളിയൊക്കെ പോയി, ധൈര്യമായിട്ട് നിൽക്കൂ, വേറെ ആരും നിനക്ക് ധൈര്യം തരാനില്ല, നീ ഇപ്പോൾ ഒരുപാട് ഒരുപാട് മാറിപ്പോയി, ധൈര്യം വന്നു, നിനക്ക് എന്ത് വന്നില്ലെങ്കിലും നിനക്കിപ്പോൾ നല്ല ധൈര്യം വന്നു, കുറേ ജീവിതാനുഭവങ്ങളുണ്ട്, അപ്പോൾ ഇവിടെ വന്നാൽ സിമ്പിൾ ആയിരിക്കുമെന്ന് നീ വിചാരിച്ചു, ഒന്നും നടന്നില്ലല്ലോ, അതിലേക്ക് ഇരട്ടി ഇവിടെ ഉണ്ടാക്കി, വിഷമിക്കേണ്ട കാര്യമില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാകും, ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിനക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും, അതിലേക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അതൊക്കെ നീ തന്നെ ആലോചിച്ച് നീ തന്നെ കണ്ടെത്തണം, വേറെ ആരും പറയുന്നത് തലക്കകത്ത് എടുത്തു വെക്കരുത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് സമാധാനത്തോടെ ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും സൊല്യൂഷൻ നിനക്ക് കിട്ടും. എന്ത് വന്നാലും നിനക്ക് ഒരു കുറ്റപ്പെടുത്തൽ അത് എവിടെ നിന്നെങ്കിലും കിട്ടും. അത് നീ ഉള്ളിലേക്ക് എടുക്കരുത്. എനിക്കറിയാം നീ പലപ്പോഴും അത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും നീ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. നിന്റെ നല്ലത്, ചിരി, അതൊക്കെ എല്ലാം പോയി. പക്ഷെ അതെല്ലാം തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടാതൊന്നും ഇരിക്കില്ല. മര്യാദക്ക് ഞാൻ പറഞ്ഞതാണ് നിന്നോട് വരണ്ട എന്ന്. അപ്പോൾ നിനക്ക് വരണം. ഇനി നീ അനുഭവിച്ചോ. നിന്റെ ഈ കൊണവും വെച്ച് നീ പുറത്തിറങ്ങി ജീവിക്കരുത്. എന്ത് പറഞ്ഞാലും ചിരിക്കാതെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് വെച്ച് നീ പുറത്തേക്ക് ഇറങ്ങരുത്. പണ്ടത്തെ പോലെ ചിരിക്കണം, പണ്ടത്തെ പോലെ സംസാരിക്കണം, എന്ത് പറഞ്ഞാലും ആ ഒരു സെൻസിൽ തന്നെ എടുക്കണം. ഒന്നുകിൽ നിന്നെ ആരെങ്കിലും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഇനി ആകെ 10 ദിവസമേ ഉള്ളൂ. അത് വളരെ സുഖമായി കടന്നു പോകും. ഉറക്കം വരാതെ നോക്കുക, എവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറിയിരിക്കുക. ദേഷ്യം നിന്റെ ഇപ്പൊ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. നിന്റെ മുഖമൊക്കെ വളരെ ഒട്ടിപ്പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ആ ഒരു ടാസ്ക് അവിടെ അവസാനിപ്പിക്കുന്നു. ജിൻഡോ പറഞ്ഞ രീതിയിലൊന്നും വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ ജാസ്മിൻ ഇവിടെ കഴിഞ്ഞില്ല. ജാസ്മിൻ ഇതുവരെ ചെയ്ത തെറ്റുകളൊന്നും മനസ്സിലാക്കാതെ അതിനെല്ലാം സ്വയം ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടത്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി ജാസ്മിൻ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.